വാർത്തയിലേക്ക്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സ്നേഹ സദസ്സ് അല്പസമയത്തിനകം കോഴിക്കോട് നടക്കും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ മതസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സമസ്തയുമായുള്ള തർക്കം നിലനിൽക്കെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ സാന്നിധ്യവും സംഗമത്തിൽ ശ്രദ്ധിക്കപ്പെടും. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അസ്ലം, സ്നേഹ സദസ്സിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? മതസാംസ്കാരിക നേതാക്കളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയോ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചേർത്ത സ്നേഹ സദസ്സ് അല്പസമയത്തിനകം തന്നെ ഈ വേദിയിൽ, കോഴിക്കോട് കടവ് റിസോർട്ടിലെ ഈ വേദിയിൽ ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടകർ അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായ മത, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ വന്ന പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുന്നവരെ കണ്ട് പരിചയപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കൈതപ്ര ദാമോദരൻ നമ്പൂതിരി, ശാന്തിഗിരി ആശ്രമ മഠ മേധാവി, ജ്ഞാന തപസ്വി, ജമാഅത്ത് ഇസ്ലാമി അമീർ പി മുജീബുർ റഹ്മാൻ, പിന്നെ അതുപോലെ മുജാഹിദ് വിഭാഗത്തിൻ്റെയും വിസ്റ്റം വിഭാഗത്തിൻ്റെയും നേതാക്കൾ, വിവിധ മഠ പ്രതികളെ പ്രതികരിച്ചുകൊണ്ടുള്ള നേതാക്കൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്നത് നമുക്ക് ഇടുക്കി എന്നുള്ള ഒരു മൂപ്പൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണുന്നതൊക്കെ തന്നെയും വിവിധ മഠ മേധാവികളും അതോടൊപ്പം തന്നെ മത മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ചെറുവയിൽ രാമൻ, പത്മശ്രീ ജേതാവ് തുടങ്ങി വ്യത്യസ്ത സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംഗമം തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലായി നടത്തിയ സംഗമങ്ങളുണ്ട്, ജില്ലാ സംഗമങ്ങളുണ്ട്. അതിൽ ഓരോ സ്ഥലങ്ങളിലും വിവിധ മല്ല മേധാവികളും സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു വാർഷികം എന്നതിലേക്ക് അതിൻ്റെ തുടർ നീക്കങ്ങൾ, തുടർ ഇരിക്കുകൾ വിഭാഗീയതയ്ക്കെതിരെ, വർഗീയതയ്ക്ക് ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗമങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളും തന്നെയും ഇവിടെയുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുകയാണല്ലേ? തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചീഫ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാണ്. മത, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ ആൾക്കാർ എല്ലാവരും എത്തി. പഴയ പോലെ തന്നെ അതിൻ്റെ തുടർച്ച, അന്നത്തെ സൗഹൃദ സംഗമത്തിൻ്റെ തുടർച്ച, സൗഹൃദത്തിന് വേണ്ടി ഉള്ള ക്യാമ്പയിൻ, സ്നേഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജാതിമത വ്യത്യാസവും ഇല്ലാതെ ബുദ്ധിജീവികളും അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല സ്ഥാനത്തിരിക്കുന്നവരും എല്ലാവരും. ഓക്കെ, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് എല്ലാ വിഭാഗീയതയ്ക്കെതിരായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരം ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗം എന്നുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിന് സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്, അദ്ദേഹം ഷാവർ അംഗമാണ്. അദ്ദേഹം ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം നേതാക്കൾ പറഞ്ഞിരുന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ 3:30 കൂടി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഈ ഒരു സംഗമം, ഈ സ്നേഹ സദസ്സ് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഉദ്ഘാടന പരിപാടികളിലേക്ക് തന്നെ കടക്കും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും എത്തി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സുന്നി സമസ്തയുമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ ആളുകളുടെ അല്ലെങ്കിൽ വിവിധ വിഭാഗം നേതാക്കളുടെ സാന്നിധ്യം എന്തായാലും ശ്രദ്ധിക്കപ്പെടും. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സ്വീകരിച്ചാൽ ഇത്ര ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ യാത്ര നടന്ന സമയത്ത് പല ഇടങ്ങളിലും പോകാനായിട്ട് സാധിച്ചു. ഞാൻ ബോംബെയിലെ പരിപാടി വരെ പങ്കെടുത്തു, തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ പങ്കെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മതപരമായ വേർതിരിവുകളെ അതിനൊരു ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് പ്രത്യേകിച്ചും സാദിഖ് അലി തങ്ങളെ പോലെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്
ഒരു മാനവികതയുടെ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് പകരുന്നത്. നമുക്കറിയാം, ബഹുസ്വരത ശരി. ഏറ്റവും പ്രകടമായി ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അത് സമൂഹത്തെ അറിയിക്കുക, അങ്ങനെ ഒരു നൈരന്തര്യം ഉണ്ടാക്കിയെടുക്കുക, അത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം തന്നെ. തീർച്ചയായും ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശരിക്കും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുസ്ലിം തന്നെയും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സ്നേഹ സദസ്സ് അല്പസമയത്തിനകം കോഴിക്കോട് നടക്കും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. മത സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.